എൻ്റെ ഇന്നത്തെ ഡിന്നറിൻ്റെ ചിക്കൻ കറി നോക്കിയാലോ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. കുറച്ച് ഉപ്പ്, തൈര്, മഞ്ഞൾ ഇട്ട് നല്ലോണം ഒന്ന് കുറച്ചൊരു 10 മിനിറ്റ് പിന്നെ നമ്മൾ ഒന്ന് അടച്ച് മാറ്റി വെക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മുടെ പാൻ ചൂടാക്കിയിട്ട് ഉള്ളി നല്ലോണം ഫ്രൈ ചെയ്യണം. നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ല പൊട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൈ ആകത്തില്ല ബിരിയാണിക്കൊക്കെ, അതുപോലെ ഫ്രൈ ആയിട്ട് അത് മാറ്റി വയ്ക്കുക. അത് നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ല കരിക്കാൻ പാടില്ല. മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യുമ്പം കുറച്ച് ബാക്കി എടുത്ത് മാറ്റി വെക്കണം കേട്ടോ ഉള്ളി. അല്ലെങ്കിൽ പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് 2 ഉള്ളി എടുത്താലും മതി. അത് നല്ലോണം വഴറ്റുക. നല്ലോണം വഴറ്റുക എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വഴറ്റണം. എന്നിട്ട് മഞ്ഞൾ, മുളക്, നമ്മുടെ പിന്നെ മല്ലി ഇതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് പിന്നെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം ഒരു 2 തക്കാളി ഇട്ടിട്ട് അതും കൂടി വഴറ്റുക. നല്ലോണം ഒന്ന് പിന്നെ അതൊന്ന് അടച്ച് വേവിച്ചാൽ നല്ലതാട്ടോ. അന്നേരം നല്ല ഒരു ഇതായിട്ട് കിട്ടും. അതിനുശേഷം പിന്നെ ചിക്കൻ അതിലേക്ക് നമ്മൾ പിന്നെ തൈര് ഇട്ട് വെച്ച് ചിക്കനില്ലേ അത് അതിലേക്ക് ഇടുക. എന്നിട്ട് അത് സിമ്മിൽ നല്ലോണം ഒന്ന് വേവിച്ച് നല്ല സിമ്മിൽ ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ ആ എടുത്ത് വെച്ച ഉള്ളിയില്ലേ അല്ല നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് പിന്നെ ഗരം മസാലയും കൂടി ആഡ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. നല്ല മണം കിട്ടും. പിന്നെ ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി. അങ്ങനെ ഇതിങ്ങനെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കും. അടിപൊളി ടേസ്റ്റാട്ടോ. ചപ്പാത്തി, പൊറോട്ട, നമ്മളെ പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസിനായാലും നല്ല ടേസ്റ്റാണ്. എന്തിനും നല്ലതാട്ടോ. നല്ല അടിപൊളി സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇത് നല്ലോണം ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്യണം. അധികം ഇതിന് വെള്ളം ഇല്ലാത്തതാണ് ടേസ്റ്റ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പിന്നെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടേ ഇല്ല. കാരണം തൈരിൽ നമ്മൾ പുരട്ടി വെച്ചത് കൊണ്ട് ആ തൈരിൻ്റെ വെള്ളവും ചിക്കൻ്റെ വെള്ളവും എല്ലാം കൂടി അത് നല്ലോണം വെന്തോളും കേട്ടോ. തൈര് വെള്ളത്തിന് ആവശ്യമില്ല. പിന്നെ ഇത് കണ്ടോ ആയി വന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോണം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയ നല്ല കുക്കിംഗ് വീഡിയോകളായിട്ട് ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനം കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ പിന്നെ ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.